Welcome to another video lecture, and it is based on variation theorem. In the last video, we learned about the need of approximation methods in quantum mechanics, and we already learned Born-Oppenheimer approximation. Now we want to check variation theorem. It's an important approximation method used in quantum mechanics, and it is usually to find out solutions of wave equation. Here is a wave equation h cap psi is equal to E psi. We can find the solution of this equation using variation theorem. That is, the variation method is based on variation theorem. Variation method is based on variation theorem. നോക്കൂ, ഇവിടെയുള്ള ഒരു വേവ് ഇക്വേഷനാണ് എച്ച് ക്യാപ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാം, വേരിയേഷൻ തിയറം വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Here is our first equation, h cap psi is equal to E psi. H cap is an operator, that is Hamiltonian operator, that operates on wave function psi, and the result is E psi. So h cap psi gives E psi. So that is the same wave function with E. So these type of functions are termed as eigenfunctions. Eigenfunctions means such type of functions, an operator operates on eigenfunctions give same function. അത്തരം വേവ് ഫങ്ഷൻസിനെയാണ് നമ്മൾ ഐജൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ക്യാപ്പ് എന്ന് പറയുന്നുള്ള ഒരു ഓപ്പറേറ്റർ അത് എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫങ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്തു. So if we get a f of x as the result, then f of x is termed as eigenfunction. നോക്കൂ, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ എ ക്യാപ്പ് ഓപ്പറേറ്റ് ചെയ്തു. എ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ്. അതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ സെയിം ഫംഗ്ഷനാണ് കിട്ടുന്നത് എങ്കിൽ, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ടേംഡ് ആസ് ആൻ ഐജൻ ഫംഗ്ഷൻ എന്ന് പറയും. അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇവിടെ അല്ലേ. എച്ച് ക്യാപ്പ് എന്നുള്ള ഓപ്പറേറ്റർ സൈ എന്നുള്ള വേവ് ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ദ സെയിം ഫംഗ്ഷൻ കിട്ടി, മൾട്ടിപ്ലൈഡ് ബൈ എ constant. Here ഇത് പറയുന്നത് എനർജിയാണ്. So here psi is an eigen function. Psi is an eigen function. Okay, so here is the first equation, h cap psi is equal to E psi. Now we want to multiply both sides of this equation with psi star. Psi star എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് psi ആണ്. psiയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റിനെയാണ് നമ്മൾ psi star എന്ന് പറയുന്നത്. So we want to multiply both sides of this equation by psi star, and we want to integrate over all variables. That means we have 3 coordinates x, y, z. അപ്പോൾ എല്ലാ കോർഡിനേറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ആക്ച്വലി ഇൻ്റഗ്രൽ ഇവിടെ നമ്മൾ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ, സൈ സ്റ്റാർ എച്ച് ക്യാപ്പ് സൈ എന്ന് കിട്ടി. ദെൻ ഈ എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഡി എക്സ് ഡി വൈ ഡി സെറ്റ് എന്ന് ചെയ്യുന്നതാണ് അല്ലേ. അതിനെ നമ്മൾ കോമൺലി ഡി ടോ എന്നാണ് പറയുക. ഡി ടോ ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. സോ ദ ഇക്വേഷൻ ബിക്കം ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എച്ച് ക്യാപ്പ് സൈ ഡി ടോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഇ സൈ ഡി ടോ. ഇനി നോക്കൂ, ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കാം. ഇ ഈസ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ. ഇവിടെ എച്ച് ക്യാപ്പിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, ഇതൊരു ഓപ്പറേറ്ററാണ്, അത് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഈ ഫംഗ്ഷൻ്റെ മുകളിൽ. ഇവിടെ നമുക്കതിനെ പുറത്തെടുക്കാം, കാരണം ബിക്കോസ് ഹിയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എച്ച് ക്യാപ്പ് സൈ ഡി ടോ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എനർജിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എച്ച് ക്യാപ്പ് സൈ ഡി ടോ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ. സോ ദിസ് ഇസ് ടേംഡ് ആസ് ദ ഇക്വേഷൻ 2. നൗ ഇഫ് psi ഈസ് എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ, psi എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1. ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ അത് ദാറ്റ് ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ 1 ആയിരിക്കണം. അത്തരം വേവ് ഫംഗ്ഷൻസിനെ നമുക്ക് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെയുള്ള psi എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനാണ്. സോ ദിസ് ടേം
and this term become 1. നോക്കൂ, ഈ ടേം എന്ന് പറയുന്നത് 1 ആയി മാറും. സോ E can be represented as E is equal to integral psi star h cap psi d tau എന്ന് എഴുതാം അല്ലേ നമുക്ക്, because psi is a normalized wave function where E is termed as the expectation value or ആവറേജ് വാല്യൂ. ഇവിടെയുള്ള എനർജിയെ നമ്മൾ പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നാണ്, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എനർജി ഓഫ് എ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ഏജൻറ്റ് ഫംഗ്ഷൻ psi. ഇതാണ് ഏജൻറ്റ് ഫംഗ്ഷൻ. ഏജൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ if an operator operates on agent function, it will give the same agent function multiplied by a constant. Okay, അപ്പോൾ ഇവിടെയുള്ള ഇ എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എ സിസ്റ്റം, ആൻഡ് ദാറ്റ് സച്ച് സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ വേവ് ഫംഗ്ഷൻ psi എന്നുള്ള വേവ് ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് ഇ. E is equal to integral psi star h cap psi d tau. E is termed as the expectation value or average value, that is the energy of a system which can be represented by an eigen function psi. നമ്മൾ പറഞ്ഞു ഓരോ സിസ്റ്റത്തിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് അല്ലേ. അപ്പോൾ അത്തരം ഒരു സിസ്റ്റം psi എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൻ്റെ എനർജിയെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് എനർജിയാണ് അല്ലേ, ഒരു വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്തതിൽ കിട്ടുന്ന എനർജിയെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വി വാണ്ട് ടു ചൂസ് ആൻ ആർബിട്രറി വേവ് ഫംഗ്ഷൻ, എ ട്രയൽ ഐജൻ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു psi ഒരു ഐജൻ ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഇനി നമ്മൾ വേറൊരു ഫംഗ്ഷനെ നമ്മൾ ഒരു ട്രയൽ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇത് phi ആണ് കേട്ടോ, PHI phi. ദിസ് ഈസ് psi PSI. ഓക്കെ, സോ ഹിയർ കൺസിഡർ phi is an arbitrarily chosen trial agent function. നമ്മളൊരു ട്രയൽ ഫംഗ്ഷനെ നമ്മൾ സെലക്ട് ചെയ്തു, ആൻഡ് ദാറ്റ് കണ്ടെയ്ൻ വൺ ഓർ മോർ ഓഫ് ദ വേരിയബിൾ കോഎഫിഷ്യൻസ് ലൈക്ക് λ1 λ2 എക്സെട്ര. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിസ്റ്റം, ഏതെങ്കിലും ഒരു സിസ്റ്റം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണല്ലോ നമ്മളൊരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ട്രയൽ ഐജൻ ഫംഗ്ഷൻ എടുത്തു. ഐജൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യാപ്പ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എഫ് ഓഫ് എക്സ് എന്നുള്ള തിയറി ഒബേ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് ഏജൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള phi എന്ന് പറയുന്നത് ഒരു ഏജൻറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ വേരിയസ് കോഎഫിഷ്യൻസ് ആണ് λ1 λ2 എന്ന് പറയുന്നത്. ഇവിടെയുള്ള phi-നെ നമ്മൾ വേരിയേഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഹിയർ phi ഈസ് ടേംഡ് ആസ് ദി വേരിയേഷൻ ഫംഗ്ഷൻ. ഇനി നോക്കൂ, ഇഫ് phi ഈസ് നോർമലൈസ്ഡ്, phi ആ വേവ് ഫംഗ്ഷൻ phi എന്നുള്ള വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഒബേ ദി ഇക്വേഷൻ ഇൻ്റഗ്രൽ phi star phi ഈസ് ഈക്വൽ ടു d2. ഇൻ്റഗ്രൽ phi star d2 ഈസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം phi എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഈ phi ഈസ് ആൻ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ. നമുക്ക് ഈ phi-നെ എങ്ങനെ എഴുതാം? ഇവിടെ ഇ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതി? ഇൻ്റഗ്രൽ psi star h cap psi d tau എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് ഈ phi-നെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ phi star h cap phi d tau എന്ന് എഴുതാം. d tau എന്ന് പറഞ്ഞാൽ dx dy dz. ഓക്കെ, ഇവിടെ കിട്ടുന്ന ഈ ഇൻ്റഗ്രലിനെ നമ്മൾ വേരിയേഷണൽ ഇൻ്റഗ്രൽ എന്ന് പറയും. ആൻഡ് ദ എനർജി E5 ഈസ് ടേംഡ് ആസ് വേരിയേഷണൽ എനർജി. അതായത് നമ്മളൊരു സിസ്റ്റം അതിനൊരു ട്രയൽ ഐജൻ ഫംഗ്ഷൻ നമ്മൾ ആദ്യം എഴുതും. ഓക്കെ, ആ ട്രയൽ ഐജൻ ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ എനർജി ഫോമിനെ നമുക്ക് E5 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ phi star h cap phi d tau എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇൻ്റഗ്രൽ ഈസ് ടേംഡ് ആസ് വേരിയേഷണൽ ഇൻ്റഗ്രൽ ആൻഡ് E5 ഈസ് കോൾഡ് ദ വേരിയേഷണൽ എനർജി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് വേരിയേഷൻ തിയറം എന്നാണ് നമ്മൾ നോക്കണം. വേരിയേഷൻ മെത്തേഡാണല്ലോ, ഒരു അപ്രോക്സിമേഷൻ മെത്തേഡല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Now we can check what is mean by variation theorem. According to variation theorem,
the average or expectation value of energy calculated by evaluating the integral E phi is equal to integral phi star h cap phi d tau is always greater than or equal to the ground state energy E0 of the system. അതാണ് വേരിയേഷൻ തിയറം എന്ന് പറയുന്നത്. അതായത് നമ്മളെടുത്തൊരു സിസ്റ്റം ഉണ്ട്, ഏതെങ്കിലും ഒരു സിസ്റ്റം, ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുകയാണ്. അപ്പോൾ അത് ഒരു സിസ്റ്റമാണ് അല്ലേ. ആ സിസ്റ്റത്തിന് നമ്മൾ ആദ്യം ഒരു ഏജൻറ്റ് ഫംഗ്ഷൻ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്യും. ഓക്കെ, അതായത് ഫൈ എന്ന് പറയുന്നുള്ളൊരു ട്രയൽ ഫംഗ്ഷൻ നമ്മൾ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഫൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇ ഫൈ കാണാം അല്ലേ. ഇ ഫൈ എന്ന് പറയുന്നത് എന്താണ്? വേരിയേഷൻ എനർജി അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇ ഫൈ കിട്ടും നമുക്ക്. അപ്പോൾ ഇ ഫൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഫൈ സ്റ്റാർ എച്ച് ക്യാപ് ഫൈ ഡി ടോ. ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയാൽ നമുക്കൊരു എനർജി കിട്ടും. ഓക്കെ, ഇപ്പോൾ വേരിയേഷൻ തിയറം പറയുന്നത് ആ കിട്ടുന്ന എനർജി, ആ എനർജിയെ നമ്മൾ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയൂ അല്ലേ. that energy is always greater than or equal to the ground state energy of the system. ആ ഒരു സിസ്റ്റത്തിനൊരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഉണ്ടായിരിക്കില്ലേ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുമ്പോൾ അതിനൊരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനൊരു ട്രയൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് എനർജി കണ്ടുപിടിച്ചാൽ ആ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിരിക്കും. അതാണ് വേരിയേഷൻ തിയറം പറയുന്നത്. So, according to variation theorem, the average or expectation value of the energy calculated by evaluating the integral E phi is equal to integral phi star h cap phi d tau is always greater than or equal to the ground state energy of the system. E0യേക്കാൾ അത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. E0യേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും. അതാണ് വേരിയേഷൻ തിയറം എന്ന് പറയുന്നത്. ഈക്വൽ ടു ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു കറക്റ്റ് വേവ് ഫംഗ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇൻ വേരിയേഷൻ മെത്തേഡ് ചൂസ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ. നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ, അതായത് ഈ മോളിക്യൂളിലുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അട്രാക്റ്റീവ് ഇൻട്രാക്ഷനും റിപ്പൾസീവ് ഇൻട്രാക്ഷനും അതിൻ്റെ കൈനറ്റിക് എനർജിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യും. ചൂസ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ psi1. ഓക്കെ, ആൻഡ് കാൽക്കുലേറ്റ് ഇ ഫൈ വൺ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്ത വേവ് ഫംഗ്ഷൻ ഫൈ വൺ ആണ്. അത് വെച്ച് കിട്ടുന്ന എനർജിയെ നമുക്ക് ഇ ഫൈ വൺ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നു. ബൈ ചേഞ്ചിങ് ദ കോഎഫിഷ്യൻ വി ക്യാൻ ചൂസ് അനദർ ട്രയൽ ഫംഗ്ഷൻ. വേറൊരു ട്രയൽ ഫംഗ്ഷൻ എടുത്തു, അത് ഫൈ ടു ആണ് വിചാരിക്കൂ. ആ ഫൈ ടു വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത്, അപ്പോൾ ഇവിടെ വരെ ഫൈ ടു സ്റ്റാർ എച്ച് ക്യാപ് ഫൈ ടു ഡി ടോ എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഫൈ ടു എന്ന് പറയുന്നത് അപ്പോൾ അത് വയ്ക്കുമ്പോൾ കിട്ടുന്ന എനർജിയാണ് ഇ ഫൈ ടു എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഫൈ വൺ കിട്ടും. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫൈ വൺ കിട്ടും. ഫൈ ടു എന്നുള്ളൊരു പുതിയൊരു ട്രയൽ വേവ് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫൈ ടു എന്ന് കിട്ടും. ഇനി നോക്കൂ, നമുക്ക് കിട്ടിയ ഈ ഫൈ ടു ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഈ ഫൈ വൺ, നമുക്ക് ആദ്യം കിട്ടിയ എനർജിയേക്കാൾ കുറഞ്ഞൊരു എനർജിയാണ് നമ്മൾ വേറൊരു ട്രയൽ ഫംഗ്ഷൻ എടുത്ത് കിട്ടിയത് എങ്കിൽ അതിനർത്ഥം ഫൈ ടു ഈസ് ക്ലോസ് ടു ട്രൂ വേവ് ഫംഗ്ഷൻ. നമുക്കൊരു മോളിക്യൂളിൻ്റെ ട്രൂ വേവ് ഫംഗ്ഷൻ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ട്രയൽ ഇങ്ങനെ ചെയ്യുക. ആദ്യം ഒരു വേവ് ഫംഗ്ഷൻ പ്രപ്പോസ് ചെയ്യും, അത് കഴിഞ്ഞാൽ അടുത്ത വേവ് ഫംഗ്ഷൻ പ്രപ്പോസ് ചെയ്യും, ഓരോന്നും വെച്ചിട്ടുള്ള എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെൻ്റൽ വാല്യൂ ആയിട്ട് ക്ലോസ് ചെയ്ത് കിട്ടുന്നത് ഏത് വേവ് ഫംഗ്ഷൻ ആണോ അതിനെയാണ് നമ്മൾ ദാറ്റ് ഈസ് എ ട്രൂ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. So that is phi 2 is closer to true wave function of the ground state than phi 1. ഇനി നേരെ തിരിച്ചാൽ വിചാരിക്കൂ, ഈ phi 1 ആണ് ചെറുത് ഈ phi 2നേക്കാൾ. അതിനർത്ഥം phi 1 നമ്മൾ സെലക്ട് ചെയ്ത phi 1 എന്നുള്ള വേവ് ഫംഗ്ഷൻ ആണ് ട്രൂ വേവ് ഫംഗ്ഷൻ അടുത്ത് കിടക്കുന്നത് എന്നത്. സോ ബൈ റിപ്പീറ്റിംഗ് ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് ട്രയൽ ഫംഗ്ഷൻ. അപ്പോൾ ആ ബെസ്റ്റ് ട്രയൽ ഫംഗ്ഷൻ വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം എനർജി കിട്ടുന്നത്, ആൻഡ് ദാറ്റ് ഈക്വൽ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കിട്ടുന്നത്. ഓക്കെ,
സോ വേരിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അല്ലേ വേരിയേഷൻ മെത്തേഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏത് സിസ്റ്റമാണോ എടുക്കുന്നത് അതിന് ഓരോ വേവ് ഫംഗ്ഷൻ പ്രപ്പോസ് ചെയ്യും. അതിനെ നമ്മൾ ട്രയൽ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ 5, 5, 2 എന്ന് പറയുന്ന ട്രയൽ ഫങ്ഷൻസ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുക. ഓരോ ട്രയൽ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാൽക്കുലേറ്റ് യൂസിങ് ദിസ് ഇക്വേഷൻ E5 is equal to integral 5 star h cap 5 d tau. അത് വെച്ചിട്ട് നമുക്കൊരു എനർജി കിട്ടും. എന്നിട്ട് വേരിയേഷൻ തിയറം പറയുന്നത് ദാറ്റ് എനർജി, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ, ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രയൽ ചെയ്തിട്ട് മിനിമം എനർജി കിട്ടുന്നത് ഏത് വേവ് ഫംഗ്ഷൻ, ട്രയൽ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണോ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ട്രയൽ ഫംഗ്ഷൻ ഈസ് വെരി മച്ച് ക്ലോസ് ടു ദി ട്രൂ വേവ് ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിനെ നമുക്ക് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. മിനിമം എനർജി കിട്ടിയ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ആ സിസ്റ്റത്തിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളിവിടെ അപ്രോക്സിമേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത് ടു ഫൈൻഡ് ഔട്ട് ദി സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. So today's topic is about variation theorem. It is an important approximation method used in quantum mechanics to find out the solution of wave equations. Consider a wave equation h cap psi is equal to E psi, and this variation method is based on variation theorem. So for this we have to multiply both sides of this equation by 5 star and integrate over all variable. So we have integral psi star h cap psi d tau is equal to integral psi star E psi d tau. So that can be rearranged as E into integral psi star d tau. So E can be represented as E is equal to integral psi star h cap psi d tau divided by integral psi star psi d tau. Suppose psi as a normalized wave function. So for a normalized wave function, integral psi star d tau must be equal to 1. So this term we can consider as 1. So E is equal to integral psi star h cap psi d tau, where E is termed as the expectation value or average value of energy of a system represented by an eigen function phi. That is, psi is an eigen function. Now in this method we want to select some trial functions. Here phi is an arbitrarily chosen trial eigenfunction containing one or more variable coefficient, and this function is termed as variation function. And if phi is normalized, integral phi star phi d tau must be equal to 1. So we can represent the E phi as integral phi star h cap phi d tau, and this integral is termed as variational integral, and E phi is called the variational energy. Now, according to variation theorem, the average or expectation value of the energy calculated by evaluating the integral E phi is equal to integral phi star h cap phi d tau is always greater than or equal to the ground state energy, that is E0 of the system. So in this method we want to select different trial functions, say phi 1, phi 2, etc. So for each wave function we can calculate E phi 1, E phi 2, E phi 3, etc. And the wave function that gives minimum value for energy, that will be the wave function which is close to the true wave function. So by this repeating this again and again, we will get a correct wave function. So that explains the exact nature of the system that having minimum energy.